Welcome back to ICT Learning Series, episode number 19. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് ആയ ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്, മിറ്റിഗേഷൻ ബ്ലോക്ക്, റിജക്ഷൻ ബ്ലോക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനദർ ഫോം ഓഫ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയ റിക്ലൈംഡ് ഓർഡർ ബ്ലോക്കിനെ പറ്റിയാണ്. എന്താണ് റിക്ലൈംഡ് ഓർഡർ ബ്ലോക്ക്? റിക്ലൈംഡ് ഓർഡർ ബ്ലോക്ക് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ അതായത് ഒരു സ്വിങ്ങിന്റെ ഉള്ളിലായിരിക്കും നമുക്ക് റിക്ലൈംഡ് ഓർഡർ ബ്ലോക്ക് കാണാൻ സാധിക്കുക. റിക്ലൈംഡ് ഓർഡർ ബ്ലോക്കും ഓർഡർ ബ്ലോക്കും തമ്മിൽ ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ റിക്ലൈംഡ് ഓർഡർ ബ്ലോക്കും ഓർഡർ ബ്ലോക്കും യൂസ് ചെയ്യുന്നതിന്റെ രീതികളിൽ മാത്രമേ സിമിലാരിറ്റീസ് വരുന്നുള്ളൂ. പക്ഷേ ഈ രണ്ട് ബ്ലോക്ക് തിയറീസും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു റിമൈൻഡർ കൂടെ. അൺലൈക്ക് അതർ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ്, റിക്ലൈംഡ് ഓർഡർ ബ്ലോക്ക് നമുക്കൊരു കോൺഫിഡൻസ് ആയിട്ടായിരിക്കും മാർക്കറ്റിൽ കൂടുതൽ യൂസ്ഫുൾ ആവുക. അതായത് നമ്മൾ എൻട്രീസ് നോക്കുമ്പോൾ റിഫൈൻമെന്റിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് റിക്ലൈംഡ് ഓർഡർ ബ്ലോക്ക് നമ്മൾ യൂസ് ചെയ്യാറ്. നമുക്കിനി ചാർട്ടിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബുള്ളിഷ് റിക്ലൈംഡ് ബ്ലോക്ക് എന്താണെന്ന് നോക്കാം. ഒരു ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് വരുന്ന മാർക്കറ്റ്, അതായത് ഒരു ബെയറിഷ് മാർക്കറ്റ് ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്തിയതിനു ശേഷം ഒബ്വിയസ്ലി നമ്മൾ നേരത്തെ എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്തതുപോലെ നമ്മളിവിടെ ഒരു MSSന് വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരു സക്സസ്ഫുൾ MSS കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു കേസിൽ പറയുമ്പോൾ ബുള്ളിഷ് MSS, ഒരു ബുള്ളിഷ് MSS കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് എൻറ്റയർലി ഒരു ബെയറിഷ് സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത്. അതായത് ഒരു ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന ഈ ഒരു സ്വിങ്ങിൽ ഒബ്വിയസ്ലി അവിടെ ബൈ റാലീസ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ കഴിയും അല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ബൈ റാലീസ് ഈ ഒരു സ്വിംഗ് സ്ട്രക്ചറിൽ തന്നെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു ബുള്ളിഷ് റിക്ലൈംഡ് ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ബൈ റാലി നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നടന്നേക്കുന്ന അവസാനമായിട്ട് നല്ലൊരു സെൽ റാലി നടന്നിട്ടുള്ള ഒരു ക്യാൻഡിൽ, അതായത് ഞാൻ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞുതരാം. ഒന്ന് ഇവിടെ ഇൻഡെപ്ത് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓരോ സെൽ റാലി കഴിഞ്ഞ് ഒരു ബൈ റാലി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ബൈ റാലി നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അത്യാവശ്യം നല്ലൊരു സെൽ റാലി നടന്ന ഒരു ക്യാൻഡിൽ എല്ലാ സ്വിങ്ങിലും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും അല്ലേ? ഈ സ്വിങ്ങിലുണ്ട്, ഈ ഒരു സ്വിങ്ങിലുണ്ട്, ഈ ഒരു സ്വിങ്ങിലുണ്ട്. ഇങ്ങനെയുള്ള ഓരോ ബെയറിഷ് ക്യാൻഡിൽസിനെയാണ് നമ്മൾ ബുള്ളിഷ് റിക്ലൈംഡ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എങ്ങനെ എടുക്കണമെന്ന് നമ്മളിപ്പോൾ കാണിച്ചു തരാം. സോ ഈ ഒരു ബെയർ സ്വിങ്ങിലെ ഓരോ ബെയറിഷ് ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറും നമ്മളിപ്പോൾ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്ന് അറിയാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കറൻസി പിപ്സിന്റെ ICT ലേണിംഗ് സീരീസിന്റെ എപ്പിസോഡ് നമ്പർ 4 ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഓരോ ബെയറിഷ് BMSലെയും ബൈ റാലിക്ക് റീസൺ ആയിട്ടുള്ള അവസാനമായിട്ട് നല്ലൊരു സെല്ലിംഗ് നടന്നിട്ടുള്ള ക്യാൻഡിൽ, അതാണ് നമ്മുടെ ബുള്ളിഷ് റിക്ലൈംഡ് ഓർഡർ ബ്ലോക്ക്. നമുക്ക് ഈ ഒരു സ്വിങ്ങിൽ തന്നെ നോക്കാം. ഈ ഒരു ബൈ റാലിക്ക് കാരണമായേക്കുന്ന അവസാനത്തെ നല്ല സെല്ലിംഗ് നടന്നേക്കുന്ന ക്യാൻഡിൽ ഇതാണ്. സോ ഇതിന്റെ എൻറ്റയർ ബോഡി നമ്മൾ റൈറ്റിലേക്ക് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്തിടും. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു സക്സസ്ഫുൾ സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷം മാർക്കറ്റ് റീട്രേസ് ചെയ്ത് വന്ന് ഇതിന്റെ ബുള്ളിഷ് റിക്ലൈംഡ് ഓർഡർ ബ്ലോക്കിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് നമുക്കൊരു ബൈ റാലി തന്നേക്കുന്നത്. സോ നമുക്ക് ലോവർ ടൈം ഫ്രെയിമുകളിൽ റിഫൈൻ ചെയ്തുകൊണ്ട് നമുക്കിവിടെ എൻട്രീസ് നോക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സ്വിംഗ് ബേസോ അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡിംഗ് ബേസിസിലാണോ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി എൻട്രീസ് നോക്കാവുന്നതാണ്. ഇവിടെ മാത്രമല്ല, ഇനി പുറകിലേക്ക് പോകുന്തോറും ഓരോ സെൽ ക്യാൻഡിലും നമ്മൾ ഇതുപോലെ റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ബ്രേക്കിന് ശേഷം മാർക്കറ്റ് റീട്രേസ് ചെയ്തുകൊണ്ട് എക്സാക്ട്ലി അതിൽ നിന്ന് തന്നെ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഈ ഒരു ബൈ റാലി എല്ലാം തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം നോക്കാം. നമുക്കിനി ഈ ഒരു സ്വിങ്ങിനെ കൂടെ നോക്കാം. ഈ ഒരു സ്വിങ്ങിൽ എന്താണ് സംഭവിച്ചേക്കുന്നത്? ഈ ഒരു സ്വിങ്ങിലെയും ബുള്ളിഷ് റിക്ലൈംഡ് ഓർഡർ ബ്ലോക്ക് ഞാൻ ഇതുപോലെ റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, മാർക്കറ്റ് വന്നു, ഈ ഒരു ബുള്ളിഷ് റിക്ലൈംഡ് ഓർഡർ പൊക്കത്തേക്ക് ബ്രേക്ക് ചെയ്ത് റീട്രേസ് ചെയ്ത് വന്നുകൊണ്ട് ഈ ഒരു ബുള്ളിഷ് റിക്ലൈംഡ് ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് അതിന്റെ ബൈ റാലി കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ബുള്ളിഷ് സ്വിങ്ങിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്കൊരു ബുള്ളിഷ് റിക്ലൈംഡ് ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ? ഈ ഒരു ബുള്ളിഷ് റിക്ലൈംഡ് ഓർഡർ ഇവിടെ എക്സാക്ട്ലി ബ്രേക്ക് നടന്നപ്പോൾ മിറ്റിഗേഷൻ നടന്നിട്ടില്ല. പക്ഷെ ബ്രേക്ക് നടന്ന കുറച്ച് ടൈം എടുത്തുകൊണ്ടായാലും മാർക്കറ്റ് റീട്രേസ് ചെയ്തു ഇതിന്റെ മിറ്റിഗേഷൻ സക്സസ്ഫുള്ളി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ബൈ റാലി ഇവിടെ തന്നിട്ടുള്ളത്. ഇതാണ് ബുള്ളിഷ് റിക്ലൈംഡ് ഓർഡർ ബ്ലോക്കിന്റെ ഒരു ലൈവ് ചാർട്ട് എക്സാമ്പിൾ. ബുള്ളിഷ് റിക്ലൈംഡ് ഓർഡർ ബ്ലോക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിനോ അല്ലെങ്കിൽ കറൻസി ഹിപ്സിന്റെ പബ്ലിക് ടെലിഗ്രാം ചാനലിലെ ഗ്രൂപ്പുകളിൽ വന്നിട്ടായാലും നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ മെന്റേഴ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ബെയറിഷ് റിക്ലൈംഡ് ഓർഡർ ബ്ലോക്ക് എന്നാണ് അടുത്ത എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ്, ഫൗസ് ഫ്രം കറൻസി പിപ്സ്.